ആഘോഷം അതേതുമാകട്ടെ, മലയാളിക്ക് മദ്യമില്ലാതെ പറ്റില്ല എന്നതായി അവസ്ഥ. ക്രിസ്മസിനും ഓണത്തിനും എന്തിന് പുതുവത്സരാഘോഷത്തിൽ വരെ കുടിച്ചു തീർക്കുന്നതിന് കണക്കില്ല. ഞെട്ടിക്കുന്ന കുടിക്കണക്ക് കണ്ട് അന്തം വിട്ട സർക്കാർ വീര്യം കുറഞ്ഞ മദ്യം ഇറക്കാൻ വരെ തീരുമാനിച്ചു. അത് പഴങ്കഥ. മലയാളിക്ക് ഫിറ്റാകാൻ വില കുറഞ്ഞ മദ്യം വരെ ബെവ്കോയിൽ കിട്ടുമ്പോഴാണ് സർക്കാരിന്റെ കളിയാക്കലെന്ന് കുടിയന്മാർ. കണക്കുകൾ വെച്ചാണെങ്കിൽ മലയാളി പ്രതിദിനം കുടിക്കുന്നത് 6 ലക്ഷം ലിറ്ററോളം മദ്യമാണ്. ഇപ്പോഴിതാ മദ്യപാനികളെ സന്തോഷിപ്പിക്കുന്ന, തുള്ളിച്ചാടാൻ അവസരമൊരുക്കുന്ന ഒരു യമണ്ടൻ തീരുമാനം വരികയാണ്. മറുവശത്ത് പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഇത് മദ്യ കേരളം. മദ്യവരുമാനം കൂട്ടാൻ ഡ്രൈ ഡേ പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ചർച്ച. കുറിപ്പ് തയ്യാറാക്കി സമർപ്പിക്കാൻ ടൂറിസം സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി. വരുമാനം കൂട്ടാൻ ബിവറേജസ് ഔട്ട്ലെറ്റ് ലേലം ചെയ്യാനുള്ള സാധ്യതയും സർക്കാർ തേടുകയാണ്. ഇക്കഴിഞ്ഞ മാർച്ചിൽ നടന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ മീറ്റിംഗ് മിനിറ്റ്സിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ബാറുകാരുടെ എക്കാലത്തെയും പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് ഡ്രൈ ഡേ പിൻവലിച്ച് എല്ലാ ദിവസവും മദ്യം ലഭ്യമാക്കുക എന്നത്. എന്നാൽ അങ്ങനെയൊരു കാര്യം അടുത്ത കാലം വരെ മാറി മാറി വന്ന സർക്കാരുകൾ ആലോചിച്ചതേയില്ല. ഇതാ ഇപ്പോൾ ആ അവസരം ബാർ മുതലാളിമാർക്ക് വന്നു ചേർന്നിരിക്കുന്നു. ചീഫ് സെക്രട്ടറി ഇക്കഴിഞ്ഞ മാർച്ച് 1 വിളിച്ചു ചേർത്ത യോഗത്തിൽ ഡ്രൈ ഡേ പിൻവലിക്കാനുള്ള വിശദമായ ചർച്ച നടന്നു. മാർച്ച് 3 രാവിലെ 10:30 സെക്രട്ടേറിയറ്റിലെ സൗത്ത് കോൺഫറൻസ് ഹാളിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന വകുപ്പ് സെക്രട്ടറിയുടെ മീറ്റിംഗിൻ്റെ മിനിറ്റ്സാണിത്. ഇതിൽ നമുക്ക് ഡ്രൈ ഡേ പിൻവലിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത ഭാഗമെടുക്കാം. ഇതിൽ ഇങ്ങനെ പറയുന്നു: സംസ്ഥാനത്ത് എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആചരിക്കുമ്പോൾ വർഷത്തിൽ 12 ദിവസം സംസ്ഥാനത്ത് മദ്യവിൽപ്പന ഇല്ല എന്നതിനപ്പുറം ടൂറിസം, ദേശീയ അന്തർദേശീയ കോൺഫറൻസുകൾ എന്നിവയിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കാനുള്ള കാരണമായേക്കാവുന്ന വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. ഉദാഹരണത്തിന് 1-ാം തീയതി ഉൾപ്പെടുന്ന 1-ലധികം ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ അന്തർദേശീയ സമ്മേളനങ്ങൾ, കോൺഫറൻസുകൾ എന്നിവ നടത്താൻ ഡ്രൈ ഡേ ആചരിക്കാത്ത ഒരു സംസ്ഥാനം തിരഞ്ഞെടുത്തേക്കാം. ഇത് കേരളത്തിന് വരുമാനവും തൊഴിലവസരങ്ങളും മറ്റും നഷ്ടപ്പെടുത്തുന്നു. ടൂറിസം വകുപ്പ് ഇതേക്കുറിച്ച് ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് പരിശോധിച്ച ശേഷം ഒരു കുറിപ്പ് സമർപ്പിക്കേണ്ടതാണ്. തീർന്നില്ല. സംസ്ഥാനത്തിൻ്റെ വരുമാനം കൂട്ടാൻ കേരളത്തിലുടനീളമുള്ള നിശ്ചിത എണ്ണം ചില്ലറ മദ്യവിൽപ്പനശാലകളുടെ നടത്തിപ്പ് ലേലം ചെയ്യാനുള്ള സാധ്യതയും പരിശോധിക്കണമെന്നും യോഗം ചർച്ച ചെയ്തു. ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സംസ്ഥാനത്ത് ബാറുകളുടെ എണ്ണം കുത്തനെ കൂടിയത്. ഇതിപ്പോൾ ഡ്രൈ ഡേ കൂടി പിൻവലിച്ചാൽ മദ്യപിക്കുന്നവർക്ക് കുശാലാകും, ഒപ്പം ബാർ ഉടമകൾക്ക് സന്തോഷവുമാകും. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ. TV പ്രസാദ്, വെൽക്കം ടു ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി. ഖജനാവ് നിറയണമെങ്കിൽ കുടിക്കണം, കുടിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ കുടിപ്പിച്ച് കിടത്താൻ 12 ദിവസം എന്തിനാണ് ഇല്ലാതിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരെ സർക്കാർ എത്തിക്കഴിഞ്ഞു എന്നല്ലേ ഈ മിനിറ്റ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം, അതായത് പെരുമാറ്റച്ചട്ടമൊക്കെ മാറിയതിനു ശേഷമുള്ള ആദ്യ യോഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും പ്രഖ്യാപനവും വരാനുള്ള ഒരു സാധ്യതയാണോ നമ്മൾ കാണുന്നത്? പ്രസാദ്. സുജയ, വരുമാനം കൂട്ടുക എന്ന് പറഞ്ഞ ഒരു വഴി നമ്മൾ പ്രത്യേകം നോക്കണം. അതായത് സംസ്ഥാനത്ത് വരേണ്ട ദേശീയ അന്തർദേശീയ സെമിനാറുകൾ, അതുപോലെ കോൺഫറൻസുകൾ, അതെല്ലാം കേരളം വിട്ടു പോകുന്നു എന്നുള്ളതാണ് അതിന് കാരണമായി പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി ബാറുകാരുടെ ആവശ്യമാണ് ഡ്രൈ ഡേ പിൻവലിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ഒരാവശ്യത്തിനാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടായിരിക്കുന്നത്. മാറി മാറി വന്ന സർക്കാരുകൾ ഒരിക്കലും ഡ്രൈ ഡേ പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചതുമില്ല. പക്ഷേ ഇപ്പോഴാണ് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ വിശദമായ ചർച്ച ചെയ്തത്. അതിൽ ചെയറിൻ്റെ അനുവാദത്തോടു കൂടി ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ഡ്രൈ ഡേ പിൻവലിക്കുന്ന വിഷയം പറഞ്ഞിട്ടുമുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്തർദേശീയ സെമിനാറുകൾ, കോൺഫറൻസുകൾ അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു എന്ന് പേര് പറഞ്ഞുകൊണ്ടാണ് ഈ ഡ്രൈ ഡേ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്. സുജയ പറഞ്ഞതുപോലെ ഒരുപക്ഷെ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ, അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതോടുകൂടി സംസ്ഥാനത്ത് ഡ്രൈ ഡേ ഒഴിവാകുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ UDF മന്ത്രിസഭ അധികാരത്തിൽ ഇറങ്ങുന്ന സമയത്ത്
വളരെ കുറച്ച് ബാറുകൾ മാത്രമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ബാറുകളുടെ എണ്ണം കുത്തനെ കൂടിയത്. ഇപ്പോഴും നമ്മൾ അറിയാതെ പല ബാറുകൾക്കും ഇടയ്ക്കിടയ്ക്ക് അനുമതി കൊടുക്കുന്നുണ്ട്. പുതിയ പുതിയ ബാറുകൾ ഒരുപാട് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നുണ്ട്. ഈ ഡ്രൈ ഡേ കൂടാതെ സുജയ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറന്നുകൂടാ. മദ്യ ചില്ലറ വിൽപ്പനശാലകൾ, നമ്മുടെ വീടിനടുത്തൊക്കെയുള്ള ബെവ്കോയുടെ ഔട്ട്ലെറ്റുകൾ, അതിൻ്റെ ലേലം നടത്താനുള്ള ആലോചന, നടത്തിപ്പിൻ്റെ ലേലം നടത്താനുള്ള ആലോചനയും ഗൗരവമായി ആലോചിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കത്തിൽ വരുമാനത്തിന് വേണ്ടി മദ്യത്തിൻ്റെ ലഭ്യത വല്ലാതെ കൂടുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു. നേരത്തെ UDFൻ്റെ ഒക്കെ നയം മദ്യവർജനമായിരുന്നുവെങ്കിൽ LDFൻ്റെ നയം ബോധവൽക്കരണത്തിലൂടെ മദ്യത്തിൻ്റെ ഉപഭോഗം കുറക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഉപഭോഗം കുറയില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ലഭ്യത യഥേഷ്ടം കൂടുകയാണ്. ഇനിയിപ്പോൾ ഡ്രൈ ഡേ കൂടി പിൻവലിച്ചാൽ ബാറുകാർക്ക് സന്തോഷമാവും, കുടിക്കുന്നവർക്ക് സന്തോഷമാവും, സർവോപരി സർക്കാരിൻ്റെ വരുമാനം കൂടുകയും ചെയ്യുമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ വന്നൊരു ശുപാർശ. ഇനിയിപ്പോൾ വകുപ്പ് സെക്രട്ടറി, അതായത് ടൂറിസം വകുപ്പ് സെക്രട്ടറിയോട് അത് സംബന്ധിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള തീരുമാനമാണ് ഇനി നിർണായകമാവുക. സുജയ.